വിവാഹമോചനത്തിന് ശേഷവും പങ്കാളിയുടെ മരണശേഷവും പുതിയൊരു ജീവിതം സ്വപ്നം കാണുന്ന മനുഷ്യരുണ്ട്. വാർദ്ധക്യകാലത്ത് ഒരു തുണ വേണമെന്നാകും പലരും ചിന്തിക്കുക. ചെന്നൈ സ്വദേശിയായ 63-കാരൻ അതിനായി മാട്രിമോണിയലിൽ ഒരു പരസ്യം നൽകി. അങ്ങനെ 44-കാരിയുമായി വിവാഹം. ഭാര്യ ഇടയ്ക്ക് സുഹൃത്തുക്കളെ കാണാനെന്ന പേരിൽ കേരളത്തിലേക്ക് യാത്ര പോകുന്ന പതിവുണ്ട്. ഏതാനും മാസങ്ങൾക്ക് മുൻപ് കേരളത്തിലേക്ക് വന്ന യുവതി പിന്നീട് തിരിച്ചെത്തിയില്ല. അവർ മരിച്ചുവെന്ന വിവരമാണ് ഭർത്താവ് അറിഞ്ഞത്. ഭാര്യയുടെ തിരോധാനത്തിൽ കേരള ഹൈക്കോടതിയെ സമീപിച്ചതോടെ കേസിൽ സിനിമയെ വെല്ലുന്ന ട്വിസ്റ്റ്. മരിച്ചെന്ന് കരുതിയ യുവതി കോടതിയിൽ ഹാജരായി നടത്തിയ വാദങ്ങൾ ആ മനുഷ്യനെ വല്ലാതെ തളർത്തിക്കളഞ്ഞു. അയാളുമായി കല്യാണം കഴിച്ചിട്ടില്ലെന്നും സൗഹൃദം മാത്രമാണ് ഉണ്ടായതെന്നുമാണ് യുവതി പറഞ്ഞത്. അപ്പോഴാണ് താൻ ചതിക്കപ്പെടുകയായിരുന്നുവെന്ന് ചെന്നൈ സ്വദേശിക്ക് മനസ്സിലായത്. തമിഴ്നാട് വൈദ്യുതി ബോർഡിൽ നിന്നും ജൂനിയർ എഞ്ചിനീയറായി വിരമിച്ച ചെന്നൈ സ്വദേശിയും ഗോളിയർ സ്വദേശിയും വിവാഹമോചിതർക്ക് വേണ്ടിയിട്ടുള്ള മാട്രിമോണിയൽ വെബ്സൈറ്റ് വഴി വിവാഹിതരാകുന്നത്. തുടർന്ന് വിവാഹം കഴിച്ച് ദമ്പതികളായി ഒരുമിച്ച് കഴിയുകയായിരുന്നു. ഇക്കഴിഞ്ഞ ജനുവരിയിൽ കേരളത്തിലേക്ക് പോയ യുവതിയെ ചെന്നൈ സ്വദേശി പിന്നീട് കാണുന്നത് ഏപ്രിലിൽ കൊച്ചിയിലെ ഒരു മോളിൽ വെച്ചാണ്. മെയ് പകുതി വരെ വാട്സപ്പ് വഴി സംസാരിച്ചിരുന്നുവെന്നും അദ്ദേഹം പറയുന്നു. പിന്നീട് വിവരമൊന്നും ഇല്ലാതായി. അങ്ങനെയിരിക്കെ ജൂൺ മാസത്തിൽ അഭിഭാഷകനെന്ന് പരിചയപ്പെടുത്തിയ ഒരാൾ ഭാര്യ മരിച്ചെന്ന സന്ദേശവും കല്ലറയുടെ ചിത്രങ്ങളും വാട്സപ്പിൽ അയച്ചു. തുടർന്ന് കന്യാസ്ത്രീ എന്ന് പരിചയപ്പെടുത്തി സോഫിയ എന്നൊരു സ്ത്രീയെയും ഇതേ സന്ദേശം അയച്ചു. 10 ലക്ഷം രൂപയും ആവശ്യപ്പെട്ടു. നേരത്തെ യുവതിയുടെ 2.50 കോടി രൂപ മതിപ്പുള്ള വീട് വിൽക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ടെന്നും അതിന്റെ ബാധ്യതാ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിനായി 50 ലക്ഷം രൂപ ആവശ്യപ്പെട്ട പ്രകാരം താനത് നൽകിയെന്നുമായിരുന്നു ചെന്നൈ സ്വദേശി പറയുന്നത്. മരണവിവരം അറിഞ്ഞതോടെ ഭാര്യയുടെ ബന്ധുക്കളെ കണ്ടെത്താനായി ഭർത്താവ് ഗോളിയാറിലെത്തി. എന്നാൽ അവിടെ നിന്ന് ഒരു വിവരവും ലഭിച്ചില്ല. തുടർന്നാണ് കേരളത്തിലെത്തി പോലീസിൽ പരാതി നൽകിയത്. എന്നാൽ അന്വേഷണം മുന്നോട്ടു പോകാത്തതിനാൽ ഹെബിയസ് കോർപ്പസ് ഹർജിയുമായി ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു. ഭാര്യയെ ജോസഫ് സ്റ്റീഫൻ, സോഫി എന്നിവർ ചേർന്ന് തടങ്കലിലാക്കി പണം അപഹരിക്കാൻ ശ്രമിക്കുന്നുവെന്നും ഭാര്യയുടെ ജീവൻ ആപത്തിലാകാതെ രക്ഷിക്കണമെന്നുമായിരുന്നു ചെന്നൈ സ്വദേശിയുടെ ആവശ്യം. ഭാര്യയ്ക്ക് കേരളത്തിൽ സുഹൃത്തുക്കൾ ഉള്ളതിനാൽ ഇടയ്ക്കിടെ അവിടെ പോകുമെന്നും തൃശൂർ സ്വദേശിയായ ജോസഫ് സ്റ്റീഫൻ എന്ന കുടുംബ സുഹൃത്തിനോടൊപ്പം താമസിക്കാറുണ്ടെന്നും പരാതിയിൽ പറയുന്നു. വിഷയം ഗൗരവമായി എടുത്ത ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ഡിവിഷൻ ബെഞ്ച് യുവതിയെ കണ്ടെത്താൻ പോലീസിന് നിർദ്ദേശം നൽകി. കേസ് അന്വേഷണത്തിനിടയിൽ കേസിൽ വൻ ട്വിസ്റ്റ് ഉണ്ടായിരുന്നു. ജോസഫ് സ്റ്റീഫനും അഡ്വക്കേറ്റ് GM റാവുവുമെല്ലാം തൃശൂർ സ്വദേശിയായ ലെനിൻ തമ്പിയാണെന്ന് പോലീസ് കണ്ടെത്തി. ചെന്നൈ സ്വദേശി സമർപ്പിച്ച യുവതിയുടെ ആധാർ കാർഡിലെ വിവരമനുസരിച്ച് അവർ ലെനിൻ തമ്പിയുടെ ഭാര്യയാണ്. പോലീസ് ലെനിൻ തമ്പിയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതോടെ യുവതിയെക്കുറിച്ചുള്ള വിവരങ്ങളും ലഭിച്ചു. പനമ്പള്ളി നഗറിൽ ഫാഷൻ സ്റ്റോറും വൈറ്റിലയിൽ ഫ്ളാറ്റുമുണ്ടെന്ന വിവരവും പോലീസിന് കിട്ടി. വൈകാതെ 2 യുവാക്കൾക്കൊപ്പം യുവതിയെ പോലീസ് കണ്ടെത്തി. തുടർന്നാണ് യുവതിയെ കോടതിയിൽ ഹാജരാക്കിയത്. ഇതോടെയാണ് ചെന്നൈ സ്വദേശിയുമായി ബന്ധമൊന്നുമില്ലെന്ന് യുവതി കോടതി മുമ്പാകെ പറഞ്ഞത്. ചെന്നൈ സ്വദേശിയെ വിവാഹം കഴിച്ചിട്ടില്ലെന്നും സൗഹൃദം മാത്രമാണ് ഉണ്ടായിരുന്നുവെന്നുമാണ് വാദം. അയാൾ പുറകെ നടന്ന് ശല്യപ്പെടുത്തുന്നത് ഒഴിവാക്കാനായി താൻ മരിച്ചുപോയെന്ന് വരുത്തി തീർക്കാൻ ഒരു പദ്ധതി തയ്യാറാക്കുകയായിരുന്നുവെന്നും യുവതി കോടതിയിൽ വ്യക്തമാക്കി. ഇത് കേട്ട് കോടതിയിൽ നിസ്സഹായനായി നിന്ന ചെന്നൈ സ്വദേശിക്ക് താൻ വഞ്ചിക്കപ്പെട്ടു എന്ന് മനസ്സിലായി. വഞ്ചനാ കുറ്റത്തിനോ പണം തിരിച്ചു കിട്ടുന്നതിനോ ആവശ്യമെങ്കിൽ നിയമവ്യവസ്ഥയെ സമീപിക്കാമെന്ന് വ്യക്തമാക്കിയ ജസ്റ്റിസുമാരായ ദേവൻ രാമചന്ദ്രൻ, MP സ്നേഹലത എന്നിവരുടെ ബെഞ്ച് ഭാര്യയെ തിരിച്ചു കിട്ടിയ സാഹചര്യത്തിൽ ഹെബിയസ് കോർപ്പസ് ഹർജി തള്ളുകയും ചെയ്തു. ന്യൂസ് 18 കൊച്ചി.